വഴിയോര കച്ചവടക്കാരനിൽ നിന്ന് ഒഴിപ്പിച്ചെടുത്ത സ്ഥലം വാഹന വ്യാപാരിക്ക് വാടകയ്ക്ക് നൽകി തിരുവനന്തപുരത്ത് വാട്ടർ അതോറിറ്റിയുടെ ഇരട്ട നീതി. വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനാവില്ലെന്ന് അതോറിറ്റി ആവർത്തിച്ച് വ്യക്തമാക്കിയ ഭൂമിയാണ് ചട്ടങ്ങൾ കാറ്റിൽ പറത്തി വാടകയ്ക്ക് നൽകിയത്. തിരുവനന്തപുരത്തെ നഗരപ്രാന്തമായ വഴയിലയിൽ വഴിയോര കച്ചവടം നടത്തിവന്ന ഷജീബിനെ 1 വർഷം മുമ്പാണ് വാട്ടർ അതോറിറ്റി തങ്ങളുടെ അധീനതയിലുള്ള സ്ഥലത്തു നിന്നും ഇറക്കിവിട്ടത്. കച്ചവടമടക്കമുള്ള ഒരാവശ്യങ്ങൾക്കും സ്ഥലം ഉപയോഗിക്കാനാവില്ലെന്നായിരുന്നു ഒഴിപ്പിക്കലിനായി ചൂണ്ടിക്കാട്ടിയ കാരണം. വർഷങ്ങളായുള്ള ഉപജീവന മാർഗം ഇല്ലാതായ ഷജീബ് ആത്മഹത്യയ്ക്കും ശ്രമിച്ചു. ശാരീരിക അവശതകൾ മറികടന്ന് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയത് അടുത്തിടെയാണ്. ജില്ലാ കോടതിയിൽ നിന്ന് ഓർഡർ വന്നിട്ടുണ്ട്. ഇവിടെ വേറെ ഒരു കച്ചവടമൊന്നും നടത്താൻ പറ്റൂല, വേറെ ഒന്നും ചെയ്യാൻ പറ്റൂല എന്നും പറഞ്ഞിട്ട് അങ്ങനെ വില്ലേജ് ഓഫീസിൽ ഓർഡർ പോയിട്ടുണ്ടെന്ന് അവർ റിപ്പോർട്ട് കൊടുത്തിരുന്നു. എന്നാൽ ഷജീബിനെ ഇറക്കിവിട്ട അതേ സ്ഥലത്ത് വൻകിട വാഹന വ്യാപാരികൾക്ക് വാഹന പ്രദർശനത്തിനും വിൽപ്പനയ്ക്കും അവസരമൊരുക്കിയിരിക്കുകയാണ് വാട്ടർ അതോറിറ്റി. മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിൽ പരാതി നൽകിയപ്പോഴും മറ്റാവശ്യങ്ങൾക്ക് സ്ഥലം അനുവദിക്കാനാവില്ലെന്നായിരുന്നു മറുപടി. ഇവിടെ പാവപ്പെട്ടവനൊരു നീതി, പണക്കാരന് വേറെ നീതി. മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ച് ഒരു റിപ്പോർട്ട് കൊടുക്കുകയും അതിനുശേഷം ഇത്തരം കുത്തകകൾക്ക് വേണ്ടി ഇങ്ങനെ കൊടുക്കുകയും ചെയ്യുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധം നാളുകളിൽ ഇവിടെ ഉണ്ടാകും. നാട്ടുകാരുടെ എതിർപ്പിനൊപ്പം മാധ്യമങ്ങളും എത്തിയതോടെ താൽക്കാലികമായി കെട്ടിയ പന്തൽ അഴിച്ച് വാഹന വ്യാപാരികൾ സ്ഥലം കാലിയാക്കി. വാട്ടർ അതോറിറ്റിയുടെ പക്ഷപാതപരമായ നടപടിക്കെതിരെ പ്രക്ഷോഭം ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നാട്ടുകാർ. റിപ്പോർട്ടർ, തിരുവനന്തപുരം.